ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 14ാമത്തെ മോക്ക് ടെസ്റ്റാണ്. നമ്മുടെ ഫിസിക്സിലെ സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിലെയാണ്. 15 മാർക്കിന് 15 മാർക്കെന്ന് പറഞ്ഞാൽ അതായത് എപ്പോഴും നമ്മൾ 30 അല്ലെങ്കിൽ 40 ചെയ്യാറ്. പക്ഷേ ഇന്ന് ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ രണ്ടാമതാണ് എടുക്കുന്നത്. കാര്യം ഇന്ന് വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോഴേക്കും ഒത്തിരി സമയമായി. അതുകൊണ്ട് ഞാനതങ്ങ് 15 വെച്ചങ്ങ് കട്ട് ചെയ്തു. കാര്യം ഇതിൽ ഒത്തിരി പ്രോബ്ലം വരുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് 15 മാർക്കിൻ്റെ. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് വരും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? അളവുകളും യൂണിറ്റുകളും കഴിഞ്ഞു, ചലന സമവാക്യങ്ങൾ കഴിഞ്ഞു, തരംഗചലനം ശബ്ദം കഴിഞ്ഞു, അതേപോലെ ബലം, പ്രവൃത്തി, ഊർജ്ജം, പവർ കഴിഞ്ഞു, ഗുരുത്വാകർഷണം കഴിഞ്ഞു, ദ്രവബലങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ്. ഓക്കെ, നമ്മുടെ ഫിസിക്സ് ഏകദേശം തീരാറായി വരുന്നു. ഇനി ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന് പറയുന്ന ചാപ്റ്റർ, 8ാം ക്ലാസ്സിലെ 20ാമത്തെ ചാപ്റ്റർ സ്ഥിതവൈദ്യുതി, അതേപോലെ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ധാരാവൈദ്യുതി, 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. ഇത്രയുമാണ് നമുക്ക് SCERT-ലെ ഈ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒന്നെങ്കിൽ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് SCERT-ലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം LDC ലെവലിലൊന്നും നമുക്ക് ഈ ഒരു യൂണിറ്റ് അധികം ചോദിക്കാറില്ല. LPUPക്കാണ് ചോദിച്ച് കാണാറ്. സോ നമ്മളെന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് LDC എന്നുള്ളൊരു ലെവലിലേക്ക് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് LPUPക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഉഷാറായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ചാൾസ് ബാബേജ്, വില്യം ഹണ്ട്, മാക്സ് പ്ലാങ്ക്. ഏതാണ് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്? ആരാണ്? ഓപ്ഷൻ എ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്. അതായത് വൈദ്യുതിയുടെ പ്രവാഹമാണ് മിന്നലെന്ന് കണ്ടെത്തിയതാണ് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അതേപോലെ തന്നെ വൈദ്യുത ചാർജുകൾക്ക് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ആരാണ്? ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇനി മിന്നലിനെ പറ്റിയുള്ള പഠനം എന്താണ്? മിന്നലിനെ പറ്റിയുള്ള പഠനമാണ് ഫുൾമിനോളജി എന്ന് പറയും. ഓക്കെ, ചാൾസ് ബാബേജ് ആരായിരുന്നു? കമ്പ്യൂട്ടറിൻ്റെ പിതാവല്ലേ. അതേപോലെ തന്നെ മാക്സ് പ്ലാങ്ക് ആരാണ്? ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്. അതായത് നമ്മൾ എന്താണ് സെല്ലെന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് ശ്രേണി രീതിയും മറ്റേതേതാണ്? പാരലൽ രീതിയും. ഇതാണ് ശ്രേണി രീതി. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഘടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശ്രേണി രീതി എന്ന് പറയുന്നത്. ഇതാണ് പാരലൽ രീതി. പാരലായിട്ട് ഘടിപ്പിക്കും. ഓക്കെ, ഇതാണ് സംഭവം. ഈ ശ്രേണി രീതിയിൽ എന്ന് പറയുന്നത് ഇത് R1, ഇത് R2, ഇതെൻ്റെ റെസിസ്റ്റൻസ് ആണ് R3. ഇതെന്ന് പറയുന്നത് R1, R2, R3 ആണെന്ന് വയ്ക്കുക. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു വഴിയാണെങ്കിൽ നമ്മളിവിടെ ഒരു 100 പേരെ നിർത്തിയേക്കുവാണ്. ഈ 100 പേരും ഇങ്ങനെ കടന്ന് വന്ന് അവർക്ക് ഇവിടെ എന്തൊക്കെ തടസ്സമുണ്ടോ അവരതൊക്കെ കടന്നാലേ അവർക്ക് ഇപ്പുറം വരാൻ പറ്റുള്ളൂ അല്ലേ? അതേപോലെ അത്രയും 100 ആൾക്കാർ, അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അതേ 100 ആൾക്കാർ തന്നെ ഇതുവഴിയും കടന്നു പോകും, അതേ 100 ആൾക്കാർ തന്നെ ഇവിടെയും കടന്നു പോകും. നമുക്ക് പുറത്തേക്ക് വരുന്നത് എത്ര പേരായിരിക്കും? 100 പേര് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ R1-ലൂടെയും ഈ 100 പേര് കടന്നു പോകും, R2-ലൂടെയും ഈ 100 പേര് കടന്നു പോകും, R3-ലൂടെയും 100 പേര് കടന്നു പോകും. കാര്യം അവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. അതായത് ഓരോ സെല്ലിലൂടെയും പോകുന്ന ആൾക്കാരുടെ എണ്ണമല്ല നമുക്കിവിടെ എന്താ വേണ്ടത്? കറണ്ട് എന്തായിരിക്കും? തുല്യമാണ്. സോ ഓപ്ഷൻ എ എന്താണ്? ശരിയാണ്. ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതായത് EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും, വൈദ്യുത ചാലക ബലം എന്ന് പറയും. അതായത് ഒരു ചാലകത്തിൻ്റെ 2 അഗ്രങ്ങൾ തമ്മിൽ എപ്പോഴും എന്താണ്? അവർക്ക് തമ്മിലൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകും. ആ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിൻ്റെ എന്തെന്ന് പറയുന്നത്? EMF എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടുത്തെ ഈ 2 സംഭവം, ഈ R1-ൻ്റെ ഈ 2 അഗ്രങ്ങൾ തമ്മിലുള്ള EMF-ഉം ഈ 2 അഗ്രങ്ങൾ തമ്മിലുള്ള ഇതിൻ്റെ EMF-ൻ്റെ തുകയും ഇതിൻ്റെ EMF-ൻ്റെ തുകയും ഇതിൻ്റെ EMF-ൻ്റെ തുകയുടെ കൂട്ടുന്നതായിരിക്കും ഇതും തമ്മിലുള്ള EMF-ൻ്റെ തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്? ശരിയാണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്താ, ഇവിടെ ഇതെന്താണ്? സമാന്തര രീതിയാണ്. നമ്മൾ ഇവിടെ 100 ആൾക്കാരെ കടത്തി വിടുവാണ്. അവർ ഓടി ഇവിടെ വന്ന് നിന്നു.
ഇവിടെ എന്താ ഒരു കുഞ്ഞ് ഇടുങ്ങിയ ഡോറാണ്, ഇവിടെ ഇച്ചിരിയും കൂടി വലിയ ഡോറാണ്. ഇവിടെ എന്താണ് ഇതേപോലെ സാമാന്യം അത്യാവശ്യം നല്ല വലിയ ഡോറാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, കുറേ പേര് ഇതുവഴി ഓടും, കുറേ പേര് ഇതുവഴി ഓടും, പിന്നെ എന്താ കുറച്ച് പേര് ഇതുവഴി പോകും. അതായത് ഈ 100 എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ കൂടി 20 പേരായിരിക്കും പോകുന്നത്, ഇവിടെ കൂടി ഒരു 30 പേര് പോകും, ബാക്കി 50 പേര് ഇതുവഴിയായിരിക്കും പോകുന്നത്. അതായത് നമ്മൾ ആ കൊടുക്കുന്ന കറണ്ടിനെ അവിടെ സ്പ്ലിറ്റായി പോവുകയാണ്. അതായത് ശ്രേണി രീതിയും സമാന്തര രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണത്. നമുക്ക് വരും ലാസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എന്താ കറണ്ട് തുല്യം, ഓരോ സെല്ലിലൂടെയും പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇനി സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കുറയുന്നു. അതായത് ഇത്രയും ആൾക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇവിടെ തള്ളി എങ്ങനെ വന്നാലും ഒരിക്കലും പ്രതിരോധം അവിടെ കുറയില്ല. പ്രതിരോധം എന്താണ്, ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ പ്രതിരോധം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ശ്രേണി രീതിയാണെങ്കിൽ സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം, കാര്യം ഇവിടുത്തെ പോലെ നമുക്കെന്താ ഇഷ്ടമുള്ള പോലെയൊന്നും പോകാൻ പറ്റില്ല, ഇവരെല്ലായിടത്തു കൂടിയും തന്നെ കടന്ന് പോകണം. അപ്പോൾ ആന്തര പ്രതിരോധം അവിടെ കൂടുകയാണ്. സോ ഇവിടെ എന്താണ്, ഇത് കുറയുകയല്ല, ഇത് കൂടുകയാണ്. സോ ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഏത് വരും, 1, 2 മാത്രമാണ് ശരി. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, H=I²RT ഈ സമവാക്യം ഏത് നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? H=I²RT ഏത് നിയമത്തെയാണ്? ജൂൾ നിയമം, ഓം നിയമം, പാസ്കൽ നിയമം, ആർക്കിമിഡീസ് നിയമം. ഏതാണ് ജൂൾ നിയമം? ഓപ്ഷൻ എ ജൂൾ നിയമമാണ് H=I²RT എന്ന് പറഞ്ഞാൽ. ഓം നിയമം എന്താണ്, V=IR, ഇതാണ് ഓം നിയമം. H=I²RT ആണ് ജൂൾ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? ഇലക്ട്രിക് ഹീറ്റർ, മൈക്രോവേവ് ഓവൻ, റെഫ്രിജറേറ്റർ. ഏതായിരിക്കും വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം? നമുക്ക് ഉറപ്പായിട്ടും അറിയാം അല്ലേ, 1ഉം 2ഉമാണ്. ഇത് രണ്ടുമാണ് ചൂട് ഉപയോഗിക്കുന്നത്. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ 1 and 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചാലകത്തിൻ്റെ നീളം കൂടുന്തോറും അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുന്നു, കുറയുന്നു, മാറ്റമില്ല, കൂടുന്നു, പിന്നെ കുറയുന്നു. എന്തായിരിക്കും ആൻസർ വരേണ്ടത്? അതായത് എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ആദ്യം തന്നെ എന്ത് ചെയ്യും, കൂടുന്നു എന്നങ്ങ്. കാര്യം നമുക്കറിയാം ഒരു പദാർത്ഥത്തിൻ്റെ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലേ, റെസിസ്റ്റൻസ്. അതായത് എന്താണ്, ആ ഒരു തടസ്സമല്ലേ നമ്മൾ ഇതിലിപ്പോൾ ഈ ഒരു വയറിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു തടസ്സത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സാധനം എന്താണ്, നീളം കൂടുന്നതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളോടിവിടെ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റിവിറ്റിയാണ്. വ്യത്യാസമുണ്ട്. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് യൂണിറ്റ് ഛേദതല പരപ്പളവ്. അതായത് നമ്മുടെ യൂണിറ്റ് നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ എല്ലാം പറയുന്നത് എങ്ങനെ, യൂണിറ്റ് പരപ്പളവിൽ പറയും, യൂണിറ്റ് നീളവും. അതായത് ഇത് ഇപ്പോൾ യൂണിറ്റ് നീളം 1 മീറ്റർ എടുത്തു, ഇത് 1 മീറ്റർ സ്ക്വയർ കൊടുത്തെന്ന് വയ്ക്കും. 1 മീറ്റർ സ്ക്വയർ ഒന്നും വരില്ല, പക്ഷെ ആ ഒരു കൺസെപ്റ്റ്, അതായത് ഒരു യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ളൊരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് എത്രയൊക്കെ നീട്ടി നമ്മൾ കൊണ്ടുപോയാലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആകപ്പാടെ എന്താണ്, യൂണിറ്റ് നീളം മാത്രമേ എടുക്കുന്നുള്ളൂ. മനസ്സിലായോ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്? അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി എന്താണ്? അത് ഓപ്ഷൻ സി, മാറ്റമില്ല. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. നമ്മൾ എത്ര നീളം കൂട്ടി കൊടുത്താലും അതിനവിടെ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതി സർക്യൂട്ടിലെ പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണമാണ്. വൈദ്യുതി സർക്യൂട്ടിലെ പ്രവാഹ തീവ്രത റിയോസ്റ്റാറ്റ്, ഗാൽവനോമീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ. ഏതാണ് വൈദ്യുത സർക്യൂട്ടിലെ പ്രവാഹ തീവ്രത അളക്കുന്നത്? ഓപ്ഷൻ സി, അമ്മീറ്റർ ആണ്. വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹ ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം? സോളിനോയിഡ്, ഗാൽവനോസ്കോപ്പ്, കെൽവിൻ സ്കെയിൽ, അബ്സല്യൂട്ട് സ്കെയിൽ. വൈദ്യുതിയുടെ സാന്നിധ്യം അതേപോലെ തന്നെ പ്രവാഹ ദിശ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ ഉപയോഗിക്കുന്ന ഇതാണ് ഓപ്ഷൻ ബി, ഗാൽവനോസ്കോപ്പ്. അത് തന്നെ ഓപ്ഷൻ ബി, ഗാൽവനോസ്കോപ്പാണ്. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ഗാൽവനോമീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് അവർ മീറ്റർ, അമ്മീറ്റർ. ഏതാണ്? ഓപ്ഷൻ എ, ഗാൽവനോമീറ്റർ ആണ്. ഓക്കെ, ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് വാട്ടേജ്, ഗേജ്, വോൾട്ടേജ്, ആംബറേജ്. ഏതാണ്? അത് ഓപ്ഷൻ ഡി, ആംബറേജ് ആണ്. പഠിച്ചു വെച്ച ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആംബറേജ് എന്ന് പറയുന്നത്.
കനം കൂടിയ ചാലകങ്ങൾക്ക് ആംബറേജ് എപ്പോഴും കൂടുതലായിരിക്കും, കനം കുറഞ്ഞവയ്ക്ക് ആംബറേജ് കുറവായിരിക്കും. ഇനി എന്താ ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വിൽക്രമം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ പോയേക്കുവാണ് ആ കമ്പി. ഈ കമ്പിയുടെ വ്യാസം ഇപ്പോൾ 2 ആണെങ്കിൽ ഗേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/2 ആയിരിക്കും. അതാണ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ എക്സാമിന് ചോദിച്ചതാണ്. ഡെപ്യൂട്ടി കളക്ടർ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ഓഫ് എ സെമി കണ്ടക്ടർ: സിലിക്കോൺ, കോപ്പർ, അയൺ, അലൂമിനിയം. ഏതാണ്? ഓപ്ഷൻ എ സിലിക്കോൺ ആണ്. എന്താണ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? വൈദ്യുതിയെ ഭാഗികമായിട്ട്, അതായത് ചാലകങ്ങൾ, നമ്മൾ പറയത്തില്ല അർദ്ധചാലകങ്ങൾ, അതാണ് ഈ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ. ചാലകങ്ങളുണ്ട്, കുചാലകങ്ങളുണ്ട്. അതേപോലെ കുചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും കടത്തിവിടാത്തവ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതിയെ ഭാഗികമായിട്ട് കടത്തിവിടുന്നവ. അതിന് 2 എക്സാമ്പിൾസാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നത്. ഒന്ന് സിലിക്കണും, മറ്റേതേതാണ്? ജെർമേനിയം. രണ്ടും പഠിച്ചു വെക്കണം. സെമി കണ്ടക്ടറിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആംപിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിപ്പിച്ചാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലം ആണല്ലേ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 200 ഓം പ്രതിരോധം, അതായത് നമുക്കറിയാം R എന്ന് പറയുന്നത് 200 ഓം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ചാലകത്തിലൂടെയുള്ള വൈദ്യുതി എന്ന് പറയുമ്പോൾ എന്താണ്? ആംബയർ. എന്താണ്? 0.2 ആംബയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 5 മിനിറ്റ് സമയം. സോ ടി എന്ന് പറയുന്നത് 5 മിനിറ്റ്. മിനിറ്റിന് നമ്മൾ സെക്കൻഡിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഗുണിച്ച് 300 സെക്കൻഡാണ് സമയം വരുന്നത്. താപം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താപം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ജൂൾ നിയമം അനുസരിച്ച് H=I²RT ആണ് ഇക്വേഷനായിട്ട് വരുന്നത്. I² എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 0.2ൻ്റെ സ്ക്വയർ ഇൻറ്റു 200 ഇൻറ്റു 300 എന്ന് വരും. ഇവിടെ എത്ര വരും? 0.2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ 4 പോയിൻ്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യനിൽ പോയിന്റിൽ ഡിജിറ്റിൽ എന്താണ്? ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിലേക്ക് വരുമ്പോൾ 2 ഡിജിറ്റ് വേണം. സോ 0.4 വരും. ഇൻറ്റു 3 ഇൻറ്റു 2 6. എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യം. സോ ഇവിടെ ആൻസർ 6 ഇൻറ്റു 4 24. 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റിനുള്ളത് നമുക്ക് 2 പൂജ്യം കട്ട് ചെയ്ത് കളയാൻ പോകും. ആൻസർ പറയുന്നത് 2400 ജൂളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. H=I²RT എന്നുള്ള ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിൻ്റെ പ്രതിരോധം 920 ഓം ആണെങ്കിൽ 3 മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? താപം, അതായത് H=I²RT. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? V തന്നിട്ടുണ്ട്, 230 വോൾട്ട് ആണെന്ന് പറഞ്ഞു. R എന്ന് പറയുന്നത് 920 ഓം ആണെന്ന് പറഞ്ഞു. ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റ്, അതായത് 3 × 60 180 സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. H=I²RT. ഇതാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ എന്തറിയില്ല? I അറിയില്ല. പക്ഷേ നമുക്ക് ജൂൾ നിയമം അറിയാം. ജൂൾ നിയമം അനുസരിച്ച് ജൂൾ നിയമമല്ല, ഓം നിയമം അറിയാം. ഇതാണ് ജൂൾ നിയമം. ഓം നിയമം അനുസരിച്ച് V=IR എന്നുള്ളതല്ലേ ഇക്വേഷൻ. സോ നമുക്കിവിടെ വിയും അറിയാം, ആറും അറിയാമെങ്കിൽ I കണ്ടുപിടിച്ചൂടെ? അപ്പോൾ I എങ്ങനെ കണ്ടുപിടിക്കാം? V/R = I എന്ന് വരും. അതായത് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? V/R² ഇൻറ്റു RT എന്ന് വരും. ഇവിടെ ഒരു ആറും ഇവിടെ എങ്ങനെ വരും? V²/R² എന്ന് വരും. ഈ ഒരു ആറും കട്ടായി പോകും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? V²/RT എന്ന് വരും. അപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? H= ഈ ഒരു ഇക്വേഷന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷനാണ് V²/RT എന്ന് പറഞ്ഞാൽ. V എന്ന് പറയുന്നത് 230 ഇൻറ്റു സ്ക്വയറാണ് പറഞ്ഞിരിക്കുന്നത്. സോ 230 ഇൻറ്റു എത്രയാണ്? T എന്ന് പറയുന്നത് 180 ആണ്. ഡിവൈഡഡ് ബൈ R, റെസിസ്റ്റൻസ് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 920 ആണ്. 0 കട്ടായി പോകും. ഇതിൻ്റെ ആൻസർ വരുന്നത് 10,350 ജൂളാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 10,350 ജൂളായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 ഓം 2 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ
6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രേണി രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ R എന്ന് പറയുന്നത് R1 + R2 രണ്ടെണ്ണം ഉണ്ടല്ലേ. R1 എന്ന് പറയുന്നത് 4 ഓം ആണ്. സോ 4 + 2 വരും. സോ 6 ഓം ആണ് നമ്മുടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. അവയുടെ അഗ്രങ്ങൾക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം, അതായത് V എന്ന് പറയുന്നത് R ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട്. നമ്മുടെ ഓം നിയമം അനുസരിച്ച് V = IR ആണ് അല്ലേ. അപ്പോൾ I അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ്? V/R = I എന്ന് വരും. V എത്രയാണ് ഇവിടെ? 6. റെസിസ്റ്റൻസ് R എത്രയാണ്? അതും 6 ആണ്. സോ 6/6 ആണ് I. അതായത് 6/6 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഓപ്ഷൻ എ 1 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 14 ഓം 4 ഓം പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം. സമാന്തര രീതിയാകുമ്പോൾ R1/R = ഇക്വേഷൻ എന്താണ്? 1/R1 + 1/R2. ഇതാണ് സമാന്തര രീതിയുടെ ഇക്വേഷൻ. അതായത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? R1 + R2 / R1R2. ഇവിടെ എത്രയൊക്കെയാണ് തന്നിരിക്കുന്നത്? 12 + 4 / 12 × 4. 12 + 4 എന്ന് പറയുന്നത് 16 / 48 എന്ന് വരും. 16 48 3 വട്ടം. സോ 1/3. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത് 1/R ആണ് 1/3 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? R ആണ്. അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചിടണം. സോ അതേപോലെ നമ്മൾ ഇവിടെയും തിരിച്ചിടണം. സോ R എന്ന് പറയുന്നത് എത്ര വരും? 3 ഓം വരും. ഇനി ആൻസർ ആയോ? ഇല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ I = എന്ത് വരും? V/R. V എത്രയാണ് ഇവിടെ? പൊട്ടൻഷ്യൽ പറഞ്ഞിരിക്കുന്നത് 12 ആണ്. സോ 12/3 വരും. ആൻസർ എത്ര വരും? 4 ആംപിയർ വരും. സോ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിൻ്റെ പവർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 115 ഓം പ്രതിരോധം ഉള്ളൊരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി. ഇവിടെ എന്തൊക്കെ അറിയാം നമുക്ക്? R അറിയാം, എത്രയാണ്? 115 ഓം ആണെന്നറിയാം. അതേപോലെ I എന്ന് പറയുന്നത് എത്രയാണ്? 2 ആംപിയർ ആണ്. നമുക്ക് P, അതായത് പവർ എന്ന് പറയുന്നത് ശരിക്കും പ്രവൃത്തി ബൈ സമയമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സർക്യൂട്ട് അല്ലേ. അതായത് ഒരു ജൂൾ നിയമം അനുസരിച്ച് നമ്മൾ പറയുന്നത് ഒരു സർക്യൂട്ടിൽ T സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്ന അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും H ആയിരിക്കും. ആ താപമായിരിക്കും അവിടെ കൂടി നടന്നു പോകുന്ന ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രവൃത്തി എന്ത് വരും? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ H/T എന്ന് വരും. H എന്ന് പറഞ്ഞാൽ എത്രയാണ്? I²RT. ഇതാണ് Hൻ്റെ ഇക്വേഷൻ. ഡിവൈഡഡ് ബൈ ഒരു T ഉണ്ട്. സോ ഇവിടെ T കട്ടായി പോകും. അതായത് നമുക്കിവിടെ പവർ P എങ്ങനെ കണ്ടുപിടിക്കാം? പവർ P കണ്ടുപിടിക്കാനായിട്ട് I²R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. സോ ഇവിടെ എങ്ങനെ വരും? I എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 115. സോ 4 × 115. ആൻസർ എത്ര വരും? 460. പവർ ആയതുകൊണ്ട് വാട്ടാണ്. സോ ഓപ്ഷൻ സി 460 വാട്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഇനിയുണ്ട് ഈ ചാപ്റ്റർ, ഈ സെക്ഷനിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ഒത്തിരി ടൈമായി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒത്തിരി, അതായത് നമുക്കിവിടെ നോർമലി വേറെ ഒരു എക്സാമിനും നമുക്ക് LDCക്കൊന്നും ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ഇത്. അവരുടെ ഒന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നമുക്ക് റെഫർ ചെയ്തപ്പോൾ കിട്ടില്ല. പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്